Meet the editors. അനിശ്ചിതത്വത്തിനൊടുവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തി. മുതിർന്ന നേതാക്കൾ വിട്ടുനിന്ന ചടങ്ങിൽ പ്രവർത്തകർ വലിയ സ്വീകരണമാണ് സുധാകരൻ ഒരുക്കിയത്. AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സുധാകരൻ ഇന്ദിരാഭവനിലെത്തി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ പ്രസ്താവനകളാണ് നമ്മളുടെ ചോദ്യത്തിനു കൂടി ആധാരമാകുന്നത്. സമ്മർദ്ദം ചെലുത്തിയാണോ തിരിച്ചുവരവ്? നികേഷ് കുമാർ, സമ്മർദ്ദം ചെലുത്തിയോ അതോ PJ കുര്യൻ ചോദിച്ച പോലെ തെളിവെന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? അല്ല, സമ്മർദ്ദം ചെലുത്തിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലല്ലോ. കാരണം ഇന്നിപ്പോൾ സാധാരണഗതിയിൽ ഒരു ഒപ്പിട്ടെടുക്കാവുന്ന ഒരു പദവിയിൽ KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും വെച്ച് മുദ്രാവാക്യം വിളിപ്പിച്ച് ഷോൾ അണിയിപ്പിച്ച് വിജയശ്രീലാളിതനായി KPCC ആഫീസിലേക്ക് തിരികെ വരുന്ന കെ സുധാകരൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് സമ്മർദ്ദം ചെലുത്തിയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ആണ് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നത് എന്ന്. ഞാൻ മനസ്സിലാക്കുന്നത്, വളരെ ചുരുക്കി പറഞ്ഞാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആ പുനഃസംഘടനയിൽ കെ സുധാകരനെ മാറ്റും. മാത്രമല്ല, കെ സുധാകരൻ്റെ കാര്യത്തിനകത്ത് ഒരു മാറ്റം ഉറപ്പാണ്. കാരണം 19 സീറ്റിലേക്ക് UDF തിരികെ വരാൻ പോകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയമില്ലാത്ത UDFനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയിൽ കെ സുധാകരൻ്റെ PCC അധ്യക്ഷത. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, ഇപ്പോൾ അതുപോലെ തന്നെ അനാരോഗ്യമുണ്ട്. 2 സ്ഥാനങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി അഥവാ അദ്ദേഹം കണ്ണൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഒരു PCC അധ്യക്ഷനായി തുടരാനുള്ള ആരോഗ്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് കരുതേണ്ടി വരും. ഇതൊന്നുമല്ല വാർത്ത എന്ന് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരാൻ പോകുന്ന വാർത്ത എന്ന് പറയുന്നത് VD സതീശനെ നീക്കാനുള്ള നീക്കമായിരിക്കും എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് ഇപ്പോൾ ഭൂരിപക്ഷം MLA മാർ. 21 MLA മാരാണ് കോൺഗ്രസിനുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തല നീക്കം ശക്തമാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം സജീവമായ ചർച്ചയാകാൻ പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. അത് കെ സുധാകരൻ്റെ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നീക്കാനുള്ള തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഈ സമയത്ത് അതൊരു വാർത്തയായി വിവാദമായി വരേണ്ടതില്ല എന്ന് കരുതുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇനിയും ഉണ്ട് 4ാമത്തെ 5ാമത്തെ 6ാമത്തെ 7ാമത്തെയും ഘട്ടം തെരഞ്ഞെടുപ്പ്. ഒരു സുധാകരനുണ്ടാക്കുന്ന രാഷ്ട്രീയമായ ബഹളം മറ്റ് സംസ്ഥാനങ്ങളെ ബാധിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ മാത്രമേ ആയുസുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാറും. അതോടൊപ്പം തന്നെ പാർലമെൻ്ററി പാർട്ടി നേതാവ് സ്ഥാനത്തു നിന്നുള്ള മാറ്റം കൂടി ചർച്ചയാകും. അതിനെന്താണ് ഫലമെന്ന് എനിക്കറിയില്ല, പക്ഷെ ചർച്ചയാകും. ഹൈക്കമാൻഡ് ഇന്ന് MM ഹസനെ അനുമോദിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. KC വേണുഗോപാലൊക്കെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ വളരെ വൃത്തിയായി MM ഹസൻ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഹൈക്കമാൻഡും KC വേണുഗോപാലും അഭിനന്ദിച്ച MM ഹസനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് ചുമതല ഏറ്റെടുത്ത കെ സുധാകരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ, ഈ തിരിച്ചുവരവ് അത്ര സ്മൂത്തായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇന്നേ വരെ ഏതെങ്കിലും ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ചുമതല ഒഴിഞ്ഞു പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഇത്ര വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും ഇത്ര വലിയ രീതിയിലുള്ള ആവേശവും അണികളിൽ ഇങ്ങനെ അണപൊട്ടി ഒഴുകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് തോന്നിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാതെ പറയുന്നതായി ആ ദൃശ്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ എന്താണോ കെ സുധാകരൻ പറയാതിരിക്കാൻ ശ്രമിച്ചത് അത് ആ ദൃശ്യങ്ങളിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും സമ്മർദ്ദം ചെലുത്തി, ഒരു ഘട്ടത്തിൽ ഭീഷണി വരെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരിട്ട് BJPയിലേക്ക് പോകുമെന്നല്ലെങ്കിൽ പോലും അത്തരം സൂചനകളാണ് പരോക്ഷമായി കെ സുധാകരൻ നൽകിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു ദിവസം പോലും വൈകിപ്പിക്കാതെ തന്നെ അതിലേക്ക് പോവുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ പരോക്ഷമായ രീതിയിൽ ചില നീക്കങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ താൻ നേരിട്ട് പോയി ചുമതല ഏറ്റെടുത്തേക്കും എന്നുവരെ കെ സുധാകരൻ അണികളോട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു എംബാരസ്മെൻറ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കും. ഇന്ദിരാഭവനിലേക്ക് കെ സുധാകരൻ വന്ന് അധികാരം ബലപ്രയോഗത്തിലൂടെ ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നടന്നേക്കുമായിരുന്നു. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും താൽക്കാലികമായി വെടിനിർത്തിയെങ്കിലും ആ വെടിനിർത്തലിനുള്ളിലുള്ള അസ്വാരസ്യങ്ങൾ ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഹസൻ ഉണ്ടായിരുന്നില്ല, അവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നില്ല, മുതിർന്ന നേതാക്കൾ ആരും തന്നെ ആ ഘട്ടത്തിൽ അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചുമതല കെ സുധാകരൻ ഏറ്റെടുത്തു. താൽക്കാലികമായി തെരഞ്ഞെടുപ്പിന് ഫലം വരുന്നത് വരെ ഇനി വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഫലം വന്നതിന് ശേഷം നേരത്തെ MP നികേഷ് കുമാർ പറഞ്ഞതുപോലെ പല കോണുകളിൽ നിന്ന് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട്.
ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന യോഗത്തിൽ തന്നെ അവിടെ വെച്ചിട്ടാണ് ഈ സമ്മർദ്ദം ചെലുത്തലും ബഹളമുണ്ടാക്കലൊക്കെ സുധാകരൻ നടത്തിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നെ തിരിച്ചു കയറ്റിയില്ലെങ്കിൽ ഞാൻ കുഴപ്പമാക്കും എന്ന് തന്നെ അദ്ദേഹം ഭീഷണിപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേഗം ഈ ഹൈക്കമാൻഡ് തീരുമാനം വന്നിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം കുഴപ്പങ്ങൾക്ക് ഇട കൊടുക്കരുതെന്ന്. അദ്ദേഹം ഇപ്പോൾ ഒരു മാന്യമായ എക്സിറ്റാണ് ആഗ്രഹിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ സൂചനകൾ അങ്ങനെയാണ്. അതായത് എന്തായാലും മാറ്റാനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ ആ തീരുമാനം ഒരു മാന്യമായി തന്നെ ഒരു ഇറങ്ങാനുള്ള സാഹചര്യം ഒരുക്കണം. ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ താൽക്കാലികമായി ഒരു പ്രസിഡന്റിനെ നിയമിച്ച് അത് അങ്ങനെ തുടർന്നു കൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു നാണക്കേടാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഇറങ്ങാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, സുധാകരൻ പ്രസിഡന്റായി വന്ന ശേഷം അദ്ദേഹം ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ അദ്ദേഹത്തിൻ്റെ നാവ് തന്നെയാണ് പ്രശ്നമായിരുന്നത്. ഇക്വേഷൻസ് പല രൂപത്തിൽ മാറി. ആദ്യം സുധാകരനും വി.ഡി. സതീശനും ഒരുമിച്ചായിരുന്നു. പിന്നെ ആ ഇക്വേഷൻസ് എങ്ങനെയൊക്കെ മാറി എന്നുള്ള ജനം കാണുന്ന രൂപത്തിലേക്ക് അത് മാറിയല്ലോ. ഇപ്പോൾ സുധാകരനെ പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഇപ്പോൾ അതിനായി സുധാകരനൊപ്പം നിൽക്കുന്നു, വി.ഡി. സതീശനെതിരെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഘട്ടത്തിലെത്തുമെന്ന് നമുക്കറിയില്ല. അതൊരു വശത്ത് നടക്കുന്നു. അപ്പോൾ എന്തായാലും മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ ഘട്ടം വരെ അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ നടത്താനായി എന്നുള്ള വിഷയം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടയിൽ തന്നെ ദീപാദാസ് മുൻഷിയാണല്ലോ ഇവിടെ വന്നിരുന്നത്, ഇവിടെ ചുമതലയുണ്ടായിരുന്നത്. ദീപാദാസ് മുൻഷി വരുമ്പോൾ ഇവിടുത്തെ ബൂത്തുകളുടെ എണ്ണം ഒക്കെ കണ്ടിട്ട് ഇതിനേക്കാളും ബംഗാളിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പോയി എന്നൊക്കെയുള്ള കമൻറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഇവിടെ അടിത്തട്ടിൽ എത്രത്തോളം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ നേതാക്കൾ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും മാറുമ്പോൾ ഒരു മാന്യമായി ഇറങ്ങുക എന്നൊരു സാഹചര്യത്തിന് വേണ്ടി അദ്ദേഹം ഇത് പറയുന്നു. പക്ഷേ ഈ സ്ഥാനം എടുക്കുമ്പോൾ പോലും ബാക്കിയുള്ളവർക്കെതിരെ പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രതികരണം, ഇനി അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഓരോന്ന് വരുന്നു. അദ്ദേഹം തന്നെ പലതവണ ഖേദപ്രകടനം നടത്തുന്നു. പിന്നീട് അത് പരിഹരിക്കാൻ മറ്റു നേതാക്കൾ പ്രതികരിക്കേണ്ടി വരുന്നു. ഇതൊരു തുടർച്ചയായി കുറച്ചു കാലം കാണേണ്ടി വരും. ഇപ്പോൾ 2011 രമേശ് ചെന്നിത്തല KPC പ്രസിഡന്റായിട്ടുണ്ട്. അദ്ദേഹം മത്സരിച്ചല്ലോ, ഹരിപ്പാട് മത്സരിച്ചല്ലോ. അങ്ങനെ മത്സരിക്കുന്ന തലേക്കുന്നിൽ ബഷീറിനാണ് ആ ചുമതല കൊടുത്തിരുന്നത് അന്ന്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്ന് വളരെ സുഖകരമായിട്ട് രമേശ് ചെന്നിത്തല KPC അധ്യക്ഷനായി. അപ്പോൾ അവിടെ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. ഇവിടെ അത് മെയ് 4-ാം തീയതി നടന്ന ഈ സമ്മേളനത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചില്ല? അപ്പോൾ അതിനകത്തൊരു താല്പര്യം ഹൈക്കമാൻഡില്ല, അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ AICC നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് സുധാകരന് കൊടുക്കുന്നൊരു സൂചന കൂടിയാണല്ലോ. അപ്പോൾ സുധാകരൻ അത് നന്നായി മനസ്സിലാക്കുമല്ലോ എന്തായാലും. അപ്പോൾ തിരിച്ചു പിടിക്കുക എന്നുള്ള അർത്ഥത്തിൽ സമ്മർദ്ദം ചെലുത്തി തന്നെ തിരിച്ചു നേടിയതാണ്. അതുകൊണ്ടാണ് ഈ ആഘോഷമായിട്ടുള്ളൊരു വരവൊക്കെ എന്ന് പറയുന്നത്. സ്വാഭാവികഗതിയിൽ നടക്കുന്നൊരു പ്രക്രിയയാണെങ്കിൽ നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒപ്പിട്ട് തിരിച്ചു വരാവുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹസനും ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ചാലും കൂടി അവിടെ ഇരിക്കാമെന്ന്. കാരണം വെച്ചാൽ ഹസൻ്റെ ഒരു അസാന്നിധ്യവും ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. ഏതായാലും ഈ പറയുന്ന KPCC അധ്യക്ഷനായി ജൂൺ 4-ാം തീയതി കൗണ്ടിങ്ങിൻ്റെ സമയത്തുണ്ടാകണമെന്ന് നിശ്ചയമായും സുധാകരന് നിർബന്ധമുണ്ട്. ആ ഒരു 16 സീറ്റൊക്കെ കോൺഗ്രസിന് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ 2019 എന്ന് പറയുന്ന ഒരു സവിശേഷ സാഹചര്യമായിട്ട് വിശദീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. 16 സീറ്റൊക്കെ വരെ കിട്ടുകയാണെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഒന്ന് പിടിച്ചു നിന്നുകൊണ്ട് തുടരാൻ കഴിയുമെന്ന് ഞാൻ അപ്പോഴും വിചാരിക്കുന്നില്ല. മറ്റ് ക്ലെയിംസ് വെക്കാൻ കഴിയും. ഇപ്പം മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്ന് തന്നെ സുധാകരൻ വിചാരിക്കുന്നുണ്ടാവും. എന്താണ് അദ്ദേഹത്തിൻ്റെ ക്ലെയിം ഇനി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളുമല്ലല്ലോ. ആ അർത്ഥത്തിൽ പല പദ്ധതികൾ സുധാകരനുണ്ടാവും. അതിനകത്ത് സുധാകരൻ ഒരു പരിധിയോളം ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് പിടിച്ചെടുത്ത് അവിടെ കയറി ഇരുന്ന് വാർത്താ സമ്മേളനത്തിൽ പല നേതാക്കൾക്കെതിരെ പറയുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം മുന്നേറിയിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. കോൺഗ്രസ് രാഷ്ട്രീയം വളരെ കൗതുകരമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. ഒരൊറ്റ കാര്യം കൂടി, അതായത് നോക്കൂ, ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തി തന്നെയാണ് സുധാകരൻ PCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC വേണുഗോപാലാണല്ലോ. KC വേണുഗോപാൽ തന്നെയാണ് സമ്മർദ്ദമുള്ളത്. പക്ഷേ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിന് വേറൊരു കാരണമുണ്ട്. നേരത്തെ പറഞ്ഞ MMSN PCC അധ്യക്ഷ സ്ഥാനത്ത് തുടരേണ്ടതില്ല KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം അവശിഷ്ട A ഗ്രൂപ്പിൻ്റെ ഭാഗമായി തുടരുന്നയാളാണ്. അങ്ങനെ ഒരാളല്ല KC വേണുഗോപാൽ. KC വേണുഗോപാലിൻ്റെ ഒരു നോമിനി ആയിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം PCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക. കാരണം KC വേണുഗോപാൽ ആത്യന്തികമായി നോക്കുന്നത് ഇനിയൊരു ഇന്ത്യ ബ്ലോക്ക്, അതിനകത്ത് കേന്ദ്രമന്ത്രി എന്നുള്ളതല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി പദമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കമായിരിക്കും നടക്കുക. അപ്പോൾ സമ്മർദ്ദം ചെലുത്തിയാണോ തിരിച്ചുവരവ് എന്ന ചോദ്യത്തിന് 4 പേരും അതെ എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. Meet the editors.